നിഷാദ്, ഇന്ന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ 5ാമത്തെ ലേഖനം വന്നു. ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയെക്കുറിച്ച് RSS തുടർച്ചയായിട്ട് ലേഖനം എഴുതുന്നത്, കേരളക്കരയെക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നത് 5 തവണ തുടർച്ചയായിട്ട് എഴുതുന്നത് ആദ്യമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇത് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സിനിമയാണ് എന്നാണ്. നിഷാദ്, താങ്കൾ ആ സിനിമ കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ സിനിമ കണ്ടപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇത് പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുടിലതന്ത്രമാണോ ഈ വിവാദം? ഈ പണമുണ്ടാക്കാനുള്ള ഒരു കുടിലതന്ത്രമായിരുന്നെങ്കിൽ ഒരിക്കലും RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്രമാത്രം വേദനയോടുകൂടി 5 ലേഖനങ്ങൾ എഴുതത്തില്ലായിരുന്നു. അപ്പോൾ ആർക്കൊക്കെയോ ഇത് പൊള്ളിയിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്. അതിനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണമെന്നാണ് BJPയുടെ നേതാക്കന്മാർ ആദ്യം പറഞ്ഞത്. ശ്രീ MD രമേശിനെ പോലെയുള്ള ആളുകൾ വളരെ പക്വതമായിട്ടുള്ള ഒരു ഡയലോഗാണ് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ. ഇതൊരു സിനിമയാണ്, സിനിമയായി കണ്ടാൽ മതി. ആ തരത്തിലത് പോയിരുന്നെങ്കിൽ ഇത്രമാത്രം വിവാദമാവത്തില്ലായിരുന്നു, ജനങ്ങളിലേക്ക് ഇത് എത്തത്തുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് ഇത് കാണണമെന്നുള്ള ത്വര ഭയങ്കരമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 2K കുട്ടികൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പോഴുള്ള +2 കുട്ടികൾ പോലും യൂട്യൂബിൽ ബിൽക്കീസ് ബാനു എന്ന് അടിച്ചു നോക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ സിനിമ അതിൻ്റെ ധർമ്മം പാലിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, 2002 ഈ സംഭവത്ത് ഗുജറാത്തിലെ ഈ കൂട്ടക്കൊല നടക്കുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടികൾ അവിടെ മനുഷ്യരൂപമുള്ള ചെകുത്താന്മാർ ഒരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതോടൊപ്പം അതൊക്കെ സത്യമാണല്ലോ, അത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. അത്രയും കാര്യങ്ങൾ ക്രൂരമായ ഒരു വർഗീയ കലാപം അഴിച്ചുവിടുകയും ആ വിഷയങ്ങളെല്ലാം ഇന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. എല്ലാത്തിനും 2 പക്ഷമുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഇത്രയും വലിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇപ്പോൾ ഓർഗനൈസർ പോലെയുള്ളൊരു പത്രം തീർച്ചയായിട്ടും ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് താങ്ങി നിൽക്കുന്ന RSSന്റെ പത്രമാണ്. അവർ 1, 2, 3, 4 5ാമത്തെ ദിവസമാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതുന്നുകൊണ്ടുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു ഈ ജനങ്ങളിലേക്ക് കൂടുതൽ ഒരു സിനിമ എത്തുകയും സിനിമയ്ക്കുള്ളിൽ കിടക്കുന്ന എത്ര വെട്ടിമാറ്റിയാലും ഇനി ഈ സിനിമ അറിയാൻ പോകുന്നത് ആ വെട്ടിമാറ്റലിലൂടെയായിരിക്കും. തീർച്ചയായിട്ടും ഇത് ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം സംഘപരിവാറിൻ്റെ MP ആണ്, അല്ലെങ്കിൽ BJPയുടെ MP ആണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. പക്ഷെ ഞാനത് ഖണ്ഡിക്കുകയാണ്. കാരണം ഇതൊരു ബിസിനസ് തന്ത്രമാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിൻ്റെ പിന്നാലെ ഇത്രയും കാര്യത്തിലേക്ക് ഇവർ ഇറങ്ങേണ്ടത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയില്ലേ? അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾക്ക് പലർക്കും ആ കാലത്ത് ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടികൾ പോലും എന്താണ് സംഭവമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ അത് പലർക്കും പൊള്ളും. ആ പൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രേക്ഷകരിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ശതമാനം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണല്ലോ 200 കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ചരിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഒരാൾ ഇന്ന് ഹൈക്കോടതിയിൽ എമ്പുരാൻ നിരോധിക്കണം അല്ലെങ്കിൽ എമ്പുരാൻ തടയണം എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു. ഹർജി കോടതി ഫയൽ സ്വീകരിച്ചില്ല. കോടതി പറഞ്ഞത് ഇതൊക്കെ അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് പറഞ്ഞ് അയാളുടെ ഹർജി തള്ളി. അത് തള്ളിക്കഴിഞ്ഞപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി തന്നെ അയാളെ പുറത്താക്കിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഈ സിനിമയ്ക്ക് മാർക്കറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫക്റ്റഡ് പാർട്ടീസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, നിഷാദ്, ഈ ഗോദ്രയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, നരോദ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, അഹമ്മദാബാദ് റേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, നിരവധി കൃതികൾ, നിരവധി സിനിമകൾ, നാടകങ്ങൾ, ഡോക്യുമെൻ്ററികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ രാം കെ നാം എന്നു പേരുള്ള ആനന്ദ് പട്വർദ്ധൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. അതേപോലെ ഗോദ്ര ട്രെയിൻ ബേണിങ്ങിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത ചാന്ദ് ബുജ് ഗയ എന്ന് പറയുന്ന സിനിമയുണ്ട്, കായ്പൂച്ചി എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമകൾക്കൊന്നും ബാധകമല്ലാത്ത ഒരു വലിയ സമ്മർദ്ദം ഈ സിനിമയ്ക്കെതിരെ വരാനുള്ള കാരണം താങ്കൾ പറഞ്ഞതുപോലെ ആ പൊള്ളലായിരിക്കുമോ? പക്ഷേ ആ പൊള്ളലാണെങ്കിലും ആ പൊള്ളലിനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് സത്യം വിളിച്ചു പറഞ്ഞ സിനിമയെന്ന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ആ സിനിമയെ പ്രതിരോധിക്കുമ്പോൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ ഈ സിനിമയിൽ കത്രിക വെക്കാതിരിക്കലായിരുന്നില്ലേ? കത്രിക വെച്ചതോടുകൂടി നമ്മളുടെ പ്രതീക്ഷ ഇതിന് അണിയറ പ്രവർത്തകർ നശിപ്പിച്ചു നിഷാദ്. അല്ല, അതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായ കാര്യങ്ങൾ. ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ പറ്റി കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ നിർമ്മാതാവ് തന്നെ പറയുന്നത് അവർക്ക് സമ്മർദ്ദമില്ല എന്നാണ്. പക്ഷേ അത്
ഞാൻ എന്താ അതിനകത്ത് പറയുന്നത്, സമ്മർദ്ദമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമല്ലോ വരികളുടെ ഇടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ കൂടുതൽ അവരെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും മുരളി ഗോപിയുടെ മൗനം ഒരു പക്ഷേ ഇതിനൊന്നും വശംബദ്ധനാകാതെ അയാളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ നിമിഷം വരെ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ടാവും. ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരുന്നു. ഞാനത് നോക്കുകയായിരുന്നു. 7ഓളം ഇടങ്ങളിൽ നിന്നാണ് ഈ ബാബു ബജരംഗി എന്ന പേര് എടുത്തു മാറ്റിയിരിക്കുന്നത്. 4 രംഗങ്ങളിൽ നിന്നാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ കൗസർ ബാനുവിൻ്റെതടക്കമുള്ള ബലാത്സംഗ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. NIA എന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ആ ഏജൻസിയുടെ പേര് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമകൾ CBI, ഇന്റലിജൻസിനെ, അതേപോലെ പോലീസിനെ, എന്തിന് അധിപൻ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു മോഹൻലാൽ ഇൻകം ടാക്സ് വരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് മുഴുവൻ തിരഞ്ഞതിന് ശേഷം എടുത്തു വെപ്പിക്കുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു വിപ്രാളം, ഒരു വിഭ്രാന്തി NIA എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഉണ്ടാവുന്നത്? NIA കുറിച്ചൊരു സിനിമ ഉണ്ടാക്കാൻ പാടില്ലേ? NIA തെറ്റായ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്നൊരു സിനിമയിൽ പ്രമേയം വന്നാൽ അതെങ്ങനെയാണ് പെട്ടെന്ന് ദേശദ്രോഹമാകുന്നത്? ശ്രീ നൗഷാദ്. നിഷാദ്, വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേറാവകാശം ഇവർക്ക്, ഈ രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേറാവകാശമൊക്കെ പലരും കൈവച്ചിരിക്കുകയാണല്ലോ. നമുക്കറിയാമല്ലോ സ്വാതന്ത്ര്യ സമരരംഗത്ത് എത്രമാത്രം അവർ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ ഇതിനകത്ത് താങ്കളിപ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ പേര്, ഈ ബാബു ബജ്രംഗി, ബാബു പട്ടേൽ, ഈ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ അല്ലെങ്കിൽ അതിനകത്ത് മുഖ്യപ്രതി, അത് നമ്മളിനി എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ നടന്ന് കറങ്ങുന്നുണ്ട്. ഇത് മറച്ചു വെച്ച് കുഴിച്ചു മൂടിയ സംഭവങ്ങളൊക്കെ നേരെ തിരിഞ്ഞു വരികയല്ലേ. ഇത് ചരിത്രത്തിൽ എത്രമാത്രം മറച്ചു വെക്കാൻ പറ്റും? ഈ മറച്ചു വെക്കുന്നതൊക്കെ ഒരു ദിവസം സുപ്രഭാതത്തിൽ പെടുമ്പോൾ കുട്ടികൾ ഇത് കാണും. ഇത് ജീവിതത്തിൽ ഇതിനെപ്പറ്റി അറിയാത്ത അരാഷ്ട്രീയവാദികളെന്ന് നമ്മൾ കുറ്റം പറയുന്ന കുട്ടികൾ പോലും ഈ വിഷയങ്ങളെല്ലാം കണ്ട് എന്താണ് യഥാർത്ഥ സംഭവം എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനാണ് ഭയപ്പെടുന്നത്. ഈ സംഭവമാണ് അത്ര ഒരു നറേറ്റീവ് പല കാലാകാലങ്ങളായിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു വലിയ കളങ്കമായി തീരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലാതാക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഉറപ്പാണ്. യാതൊരു സംശയം, പുതിയ തലമുറ പ്രത്യേകിച്ച് യാതൊരു സംശയമില്ല. കാര്യം എന്താ, അല്ല തീർച്ചയായിട്ടും കാര്യം ഞാനത് അവിടെ ഈ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവരുടെ ഐഡിയോളജിയുമായിട്ടൊന്നും എനിക്ക് യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലത്തെ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ശ്രീധരപിള്ളയെ പോലെയോ അല്ലെങ്കിൽ CK പത്മനാഭനെ പോലെയോ PP മുകുന്ദനെ പോലെയോ ഉള്ളവർ ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നുണ്ട്. അന്നൊന്നും ഇത്രയും വർഗീയപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഞാനിപ്പോഴും ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ MT രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. വളരെ പക്വതയോടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റല്ല അദ്ദേഹം നടത്തിയത്. അത് നമ്മൾ ഇതിപ്പോൾ സത്യം ആര് പറഞ്ഞാലും BJP-ക്കാർ പറഞ്ഞാലും നമ്മളത് ശ്ലാഘനീയമാണെങ്കിൽ നമ്മൾ അഭിനന്ദിക്കുക തന്നെ, അത് യാതൊരു സംശയമാണ്. ഇപ്പോൾ ഇവരെ പറഞ്ഞു തീർത്തോളൂ. ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ദയനീയ കാഴ്ചയാണ് കണ്ടത്. അത് എന്ത് കാഴ്ച ആയിക്കോട്ടെ, ഇപ്പോൾ ദയനീയ കാഴ്ച എന്ന് പറയുന്നതാണ് എനിക്ക് ആഗ്രഹം. കാരണം മറ്റൊന്നുമല്ല, വർഗീയത കട തുറക്കുന്നത് ശരിയല്ല കേരളത്തിൽ. അതിനി ആരായാലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും കാസ വർഗീയതയാണെങ്കിലും ഈ ഒരു ഒറ്റ വർഗീയതയും നമ്മുടെ മണ്ണിൽ വെച്ചു കൊടുത്താൽ പറ്റത്തില്ല. അതിലെങ്കിലും നമ്മൾ നിപ്പയും കൊറോണയും അതുപോലെ തന്നെ പ്രളയത്തെയും അതിജീവിച്ചവരാണ്. നമ്മൾ ഈ വർഗീയ കക്ഷികളെ നമ്മൾ അതിജീവിക്കുക തന്നെ വേണം. കാര്യം കേരളം എന്നും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതാണ്. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ, പച്ച നുണയല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. ആ കേരള സ്റ്റോറിക്ക് വേണ്ടി എത്രമാത്രം ഈ കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പൊ അതൊക്കെ കണ്ടതല്ലേ. അത് ദൂരദർശനിലൂടെ തന്നെ കാണിക്കുകയും ചെയ്തു നമ്മളെ. അതെ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് കൊണ്ടായിരിക്കും ഇനി എനിക്കെതിരെ ആക്രമണം വരുന്നത്. ഇതൊക്കെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ചർച്ചയ്ക്ക് എൻ്റെ ഒരു പുതിയ സിനിമയുടെ ഡിസ്കഷനിലിരിക്കുകയാണ്. അപ്പോഴും ഇപ്പോൾ അരുണിൻ്റെ ഒരു പരിപാടിയെന്നും പറഞ്ഞ് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വന്നത്. എനിക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാൻ എൻ്റേതായ അഭിപ്രായമുണ്ട്. ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതെന്ന് പറഞ്ഞാൽ സിനിമാ സംഘടനകളുടെ മൗനമാണ്. അത് മൗനം പാലിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് സിനിമയെ പറ്റിയുള്ളൊരു വിഷയമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്റേതായ സ്റ്റാൻഡ് ഉണ്ട്. ഇതിപ്പോ പറയുന്നവർക്കെതിരായിട്ട് അവരുടെ വളരെ മോശമായിട്ടുള്ള Debate with Dr. Arun Kumar.